അവിടെ നോക്കി മുറിക്കേ. അവിടെ നോക്കി തന്നെയാ മുറിക്കണേ. സാറിനെ ഞാൻ ഒരുപാട് കഷ്ടപ്പെടുത്തുന്നുണ്ടല്ലേ? കഷ്ടപ്പെടുത്തിയേ? ഇതൊക്കെ ഒരു സുഖമല്ലേ ദാക്ഷായണി? പണ്ടും പാചകത്തിന് എനിക്കൊരു വാസനയുണ്ട്. വിശാലത്തിന്റെ അമ്മയുള്ള കാലത്ത് ഞാൻ തേങ്ങ ഉരുണ്ടി കൊടുക്കും, പാല് പിഴിഞ്ഞു കൊടുക്കും. അന്ന് ചെറുപ്പമല്ലേ, അതുപോലാണോ ഇപ്പോ? ഞാൻ മുറിച്ചോളാം. കൈ മുറിഞ്ഞൊന്നുമില്ലല്ലോ. എന്താ? ഇന്ന് എനിക്കൊരു 100 രൂപ കൂടി വേണം. ഈ മാസം 400 ഉറുപ്പിക ഞാൻ തന്നു. ഇല്ലെങ്കി വേണ്ട, ഞാൻ പലചരക്കടയിൽ നാരായണൻ ചേട്ടനോട് വാങ്ങിക്കോട്ടെ. അവനോടൊന്ന് മിണ്ടുപോലും ചെയ്യരുത്. അവരൊക്കെ മഹാ ചീത്തയാ. വിളിക്കണോ? ആ പാവം കുട്ടി എന്തിനാ പൂട്ടിയിടുന്നത്? അല്ലെങ്കിൽ പിന്നെ എങ്ങനാ സംസാരിക്കാൻ പോലും പറ്റില്ല. ചെല്ലുന്നേ, ചെല്ലു. എന്റെ മുത്തച്ഛ, എത്ര നേരം വെച്ചാ ഞാൻ വിളിക്കാ? മുത്തച്ഛ ഉമ്മർത്തിരിക്കായിരുന്നു. എന്നെ എന്തിനാ ഇങ്ങനെ പൂട്ടിയിടുന്നേ? അമ്മ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, വായിക്കണ സമയത്ത് മോളെ ഒരാളും ശല്യപ്പെടുത്തരുത്. അതിനാരെ എവിടെ ശല്യപ്പെടുത്താനുള്ളത്? മുത്തച്ഛ മാത്രല്ലേ ഉള്ളൂ. അതെ, എന്നാലും ഒരു ഉറപ്പ്. ഉറപ്പ്? കഷ്ടമുണ്ട്. ഗവേഷണവും തടവും എനിക്ക് മടുത്തുട്ടോ. അവിടെ നിൽക്കാൻ, അവിടെ നിൽക്കാൻ. ഞാൻ സമാധാനം പറയണം. എന്റെ രഘുട്ടാ, ഈ നരകത്തിൽ നിന്ന് കുറച്ചു നേരം പറയാം. നിർത്തണം, നിർത്താ രഘു. ലേഖ ഇറങ്ങ. ഇനി വേണമെങ്കിൽ രഘുവിന് പോകാം, അല്ലെങ്കിൽ കാപ്പിയൊക്കെ കുടിച്ച് സംസാരിച്ചിട്ട് പോവാം. ഇല്ല, ഞാൻ പോണു. ഇറങ്ങിട്ട് പോയാ മതി. ഞാൻ നെല്ലിയാമ്പതിക്ക് പോണ വഴിയാ. സന്ധ്യക്ക് മുമ്പ് എത്തണം. എന്നോട് ഇത്തിരിയെങ്കിലും ഇഷ്ടമുണ്ടെങ്കിൽ രഘുവിട്ട് ഇറങ്ങാതെ പോവില്ല. ലേഖയ്ക്ക് 10 വയസ്സുള്ളപ്പോ തന്ത ഉപേക്ഷിച്ചു പോയതാ. ഒരു ജോലി ഇല്ലായിരുന്നെങ്കിൽ ഞാൻ എന്ത് ചെയ്യുമായിരുന്നു? ആരുടെ മുന്നിലും തല ഉനിക്കേണ്ടി വന്നിട്ടില്ല. നിങ്ങളെ മംഗളത്തുകാര് അടുത്ത ബന്ധുക്കളാണ്, ലക്ഷപ്രഭുക്കളാണ്. ഇന്നേ വരെ നിന്റെയോ ഹരിയുടെയോ നിന്റെ അച്ഛന്റെയോ അടുത്ത് 10 പൈസ ചോദിച്ച് ഞാൻ വന്നിട്ടുണ്ടോ? അതുകൊണ്ടാണ് ഇവൾക്കൊരു ജോലി വേണം, അല്ലെങ്കിൽ ഒരു ഡോക്ടറേറ്റ് എടുക്കണമെന്ന് ഞാൻ വാശി പിടിക്കുന്നത്. നാളെ എന്നെപ്പോലെ ഒരു ഗതി ഇവൾക്ക് വന്നാലും ജീവിക്കണ്ടേ? എന്റെ അമ്മായി, ഞാൻ ഇവളെ ഉപേക്ഷിച്ചു പോകുന്നാണോ അമ്മായി വിചാരിക്കണേ? മനുഷ്യന്മാരുടെ കാര്യല്ലേ, ഒന്നും പറയാൻ പറ്റില്ല. അതുകൊണ്ട് രഘുവിന് വരാം, അവളെ കാണാം, പോകാം. പക്ഷേ അവളുടെ മനസ്സിന്റെ ഏകാഗ്രത നഷ്ടപ്പെടുത്തരുത്. പ്രൊഫസർ കുമാരപിള്ള സാർ പറയും ഗവേഷണം ഒരു തപസ്സാണെന്ന്, അല്ലേ? കറക്റ്റ്. ആ തപസ് ഇളക്കാതിരിക്കാൻ നോക്കുക. നിങ്ങൾ രണ്ടാളും പഠിച്ചിരുന്ന കാലത്ത് ഞാൻ ഇത്രയും സ്ട്രിക്റ്റ് ആയിരുന്നില്ലല്ലോ. ഉവ്വോ? അല്ല വിശാലം, ആളുകളെ കൊണ്ട് പറയിപ്പിക്കാൻ ഇവൻ എന്തിനാ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വരണേ? നോക്കണ്ട, ഞാൻ പറയാനുള്ളത് പറയും. അതെ, ഈ നാട്ടിലുള്ള എല്ലാവർക്കും അറിയാം ഇവൾ എന്റെ പെണ്ണാണെന്ന്. പിന്നെന്താ പറയാൻ? എന്തേ? ഞാൻ പോണു. കാപ്പി കുടിച്ചിട്ട് പോവാ. വേണ്ട. കേൾക്കണ്ട. ഈ ഗവേഷണം എന്ന് പറയണത് കൊടും തപസ്സാണ്. വിശ്വാമിത്രന്റെ മുമ്പിൽ മേനകയെ പോലെ ഞാൻ വന്ന് ഡാൻസ് ചെയ്താല് മനസ്സളകും. പോയി തപസ്സി. ഞാൻ എന്താണോ സമരമാണോ? അല്ല സാർ, യൂണിവേഴ്സിറ്റി ഫുട്ബോൾ മാച്ച് ജയിച്ചതിന്റെ സന്തോഷ പ്രകടന. അതിനും ട്രാഫിക് ബ്ലോക്ക് ഉണ്ടാക്കണം. മറക്കേ ഒന്ന് മാറാൻ. My God.
എടോ ഈ കാണിക്കണത് തെമ്മാടിത്തരമാണ്. വണ്ടി നിർത്തരോ. കണ്ടോന് വെറുതെ പെരുമാറാൻ കൊടുക്കാനുള്ളതല്ല ഈ തടി. മോട്ടോർ വാഹനാകുമ്പോ തട്ടും മുട്ടും ചാവും. നമ്മൾ ഹോൺ അടിച്ചാ വന്നത്. റോട്ടിൽ നിന്ന് മാറണം. അറിയില്ലെങ്കിൽ നെഞ്ചത്തോടെ കയറ്റണോ? ആ ചിലപ്പോ കേറ്റും. പോലീസ് കേസെടുത്തോട്ടെ. ഒരു പോലീസ് വണ്ടിയല്ലേ വരണത്? ആ പോലീസ് വണ്ടി നമ്മളെ ഫോളോ ചെയ്യാണ്. പ്രശ്നമാ. എന്ത് പ്രശ്നം? കോണ്ടസ്റ്റ് വണ്ടിയാ, അതും സർക്കാർ വക. വേണമെങ്കിൽ നടപടി എടുത്തോട്ടെ, അല്ലാതെ പോലീസിനാ മൂക്കിയെത്തും. ഇറങ്ങണ എന്റെ മോനെ. സാറേ, വക്കേഴ്സ് യൂണിയന്റെ സെക്രട്ടറിയാ. ഞാൻ ഗ്യാരേജിൽ റിപ്പോർട്ട് ചെയ്തോളാം. യൂണിയന്റെ സെക്രട്ടറി എന്ന് പറഞ്ഞ ദൈവമാണോടാ? ഇറങ്ങടാ റാസ്കൽ. സാറേ, തങ്കപ്പനോട് കളിക്കരുത്. നിങ്ങൾക്ക് എന്നെ മനസ്സിലായിട്ടില്ല. ഈ പോലീസും പുല്ലുമൊക്കെ എനിക്ക് ഉച്ചയ്ക്ക് മുമ്പ് എത്താമെന്ന് പറഞ്ഞു പോയ കക്ഷികളാ. അതെന്താ ഉണ്ടായിന്നറിയോ? എന്തിനും ഒരു കാരണം ഉണ്ടാവുമല്ലോ. ഉച്ചക്ക് പെട്ടെന്ന് ട്രാൻസ്പോർട്ട് ബസ്സുകാർ ഒരു മിന്നൽ പണി മുടക്കി. എന്തേ, തൊഴിലാളികളെ ആരെങ്കിലും കണ്ണുരുട്ടി കാട്ടിയോ? ഹേയ്, ഒരു കോളേജ് കുട്ടിയുടെ മേത്ത് വണ്ടി കയറ്റി കൊന്നിട്ട് നിർത്താണ്ട് ഓടിച്ചു പോയ മെക്കാനിക്കിനെ പോലീസ് തല്ലി. അതിനിപ്പോ തല്ലാണ്ട് ഉമ്മ വയ്ക്കാൻ പറ്റുമോ? തല്ലിയതാരാന്നറിയോ? മേനോൻകുട്ടിയുടെ ഏട്ടൻ. ഏട്ടനോ? എന്നിട്ട് പുറത്ത് ആൾക്കാർ പറയുന്നത് മെക്കാനിക്ക് ഏട്ടന്റെ തല അല്ലി പൊളിച്ചു എന്നാണ്. ഏട്ടനെ തല്ലേ? ഇത്ര അന്തസ്സില്ലാത്ത ഒരു ഡിപ്പാർട്ട്മെന്റ് ആയി പോയല്ലോ സാർ നിങ്ങളുടെ. ഒരു കൊലപാതകി ഒരു സീനിയർ ഓഫീസറെ നടു റോഡിലിട്ട് തച്ചിട്ട് അവനെ ഒന്ന് കസ്റ്റഡിയിൽ എടുക്കാനുള്ള അധികാരം പോലും ഇല്ലെങ്കിൽ പിന്നെ എന്തിനാ സാർ ഈ വേഷവും പത്രാസും ഒക്കെ? നീ ഇത്ര ഇമോഷണൽ ആവണ്ട. ഏട്ടനത്രയ്ക്ക് പരിക്കൊന്നുമില്ല. മേല് പരിക്കൊന്നും ഇല്ലായിരിക്കും, പക്ഷെ ഏട്ടന്റെ യൂണിഫോമിന്റെ ഡിഗ്നിറ്റിക്കേറ്റ പരിക്കുണ്ടല്ലോ, നമ്മുടെയൊക്കെ ആണത്തത്തിനേറ്റ പരിക്കുണ്ടല്ലോ, അത് പരിക്കന്നെയാ. നീ ഇങ്ങോട്ട് വന്നേ പറയട്ടെ. ഗംഗേട്ടനൊന്നും പറയണ്ട. ഏട്ടന്റെ വലിയ സുഹൃത്തല്ലേ. മിനിസ്ട്രിയിൽ വലിയ പിടിപാടുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് വെറും പാർട്ടി കൊണ്ടായ ഒരുത്തന്റെ തല്ലുകൊണ്ട് ഏട്ടൻ വീണിട്ട് കയ്യും കെട്ടിയെന്ന് ആലോചിക്കണോ? നട്ടല് വേണം, നട്ടല്. രഘു, നീ ഇപ്പൊ അങ്ങോട്ട് പോണ്ട. ഏട്ടനെ പിന്നെ കാണാം. SP വളരെ കോൺഫിഡൻഷ്യൽ ആയിട്ട് എന്തോ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. രഘു, ഹരി, താനൊരു കാര്യം മനസ്സിലാക്കണം. ഹോം മിനിസ്റ്റർ നേരിട്ട് എന്നെ വിളിച്ച് പറയുകയാണ്, തങ്കപ്പൻ പാർട്ടിയുടെ വേണ്ടപ്പെട്ട ആളാണ്, നടപടികളൊന്നും ഉണ്ടാകരുത്. ഞാൻ എന്ത് ചെയ്യും? വേണ്ടപ്പെട്ടെന്ന് വെച്ചാ പാർട്ടി വളർത്താൻ തല്ലാനും കൊല്ലാനും ഉപയോഗിക്കുന്ന ഒരു ഗുണ്ടയാണോ ഡിപ്പാർട്ട്മെന്റിന്റെ അഭിമാനമാണോ സാർ ഹോം മിനിസ്റ്റർക്ക് വലുത്? നിശ്ചയമായും പാർട്ടിയെ വളർത്തുന്ന ഗുണ്ടയാണ്. നമ്മളൊക്കെ വെറും സർവൻസ്, ജനങ്ങളുടെ അല്ല, മിനിസ്ട്രിയുടെ എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയക്കാരുടെ. നമ്മുടെ ഡ്യൂട്ടി അവരുടെ താല്പര്യത്തിനനുസരിച്ച് പ്രവർത്തിക്കുക, അവരെ സല്യൂട്ട് ചെയ്യുക, അകമ്പടി പോവുക, കാവല് കിടക്കുക, ചീത്ത കേൾക്കുക ഒക്കെ ചെയ്താലും അവസാനം കറിവേപ്പിലയുടെ ഗതി എടുത്തങ്ങോട്ട് കളയും. ക്ഷമിക്കണം സാർ, എന്നാ പിന്നെ എന്തിനാണ് ഈ കറിവേപ്പിലാവണത്? പോയി തൂമ്പെടുത്ത് കിളച്ചൂടെ സാർ? രഘു, നീ ഇപ്പൊ എന്തിനാ ഇങ്ങോട്ട് ഓടിക്കറിച്ചു വന്നത്? സാർ, ഈ കേസിൽ എന്ത് നടപടി ഉണ്ടാവും അറിഞ്ഞാൽ കൊള്ളാം. വിദ്യാർത്ഥി കൊല്ലപ്പെട്ട സംഭവത്തില് യൂഷ്വൽ പ്രൊസീജിയർ അനുസരിച്ച് ലോക്കൽ പോലീസ് കേസ് ചാർജ് ചെയ്തിട്ടുണ്ട്. കേമായി അതൊക്കെ. അങ്ങയുടെ കീഴിലുള്ള ഒരു DYSP ആക്രമിക്കപ്പെട്ട സംഭവത്തില് എന്താ തീരുമാനം എന്ന് അറിഞ്ഞാൽ കൊള്ളാം. രഘു, ഇത് ഡിപ്പാർട്ട്മെന്റ് കാര്യമാണ്, ഞങ്ങൾ തീരുമാനിച്ചോളാം. എനിക്കിത് ഡിപ്പാർട്ട്മെന്റ് കാര്യമല്ല, ഏട്ടന്റെ കാര്യമാണ്, എന്റെ കുടുംബ കാര്യമാണ്. രഘു, തന്റെ ഫീലിങ്സ് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. പക്ഷെ സംഭവം ഇഗ്നോർ ചെയ്യാനാണ് മുകളിൽ നിന്നുള്ള നിർദ്ദേശം. ഹരിയുടെ ഒരു ഫ്യൂച്ചറിനും അതാണ് നല്ലത്. കാരണം ഓക്കെ സാർ, ഓക്കെ. ഇനി ഒന്നും പറയണ്ട. പ്ലീസ് ടേക്ക് യുവർ ഗ്രേറ്റ് ഡിസിഷൻസ്.
എടാ രഘു, നീ പോടാപ്പുറത്ത്. ഏട്ടാ, നെല്ലിയാമ്പതിയില് നല്ല അസല് തൂമ്പ ഇരിക്കുന്നുണ്ട്. കിളച്ചുണ്ടാക്കിയ പൊന്ന് വിളയും. പൊന്ന്, അതിനൊരു അന്തസ്സുണ്ട്. സോറി സാർ, അവൻ ഇത്തിരി സെന്റിമെന്റലാണ്. ഇറ്റ്സ് ഓൾ റൈറ്റ്, എനിക്കറിയാം. അപ്പോ നമുക്കത് അങ്ങനെ തന്നെ തീരുമാനിക്കാം അല്ലേ? ഗംഗാധരനും അത് തന്നെയാണ് അഭിപ്രായം. ആലോചിക്കാൻ ഒന്നുമില്ല. ഫോർഗെറ്റ് ഇറ്റ്. ഹോം മിനിസ്റ്ററുടെ നോട്ടപ്പുള്ളി ആവണ്ട. എന്താ?